കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ കളം മാറ്റിയത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അറിയാതെയെന്നാണ് പുതിയ വിവരം. ഇന്ന് ബി.ജെ.പിയിൽ ഈ വിഷയം കത്തിക്കയറുകയാണ്. പത്മജയെ വരവേറ്റത് പലർക്കുമത്ര രസിച്ചിട്ടുമില്ല. ബി.ജെ.പിയുടെ കേന്ദ്ര നേതാക്കൾ ചുക്കാൻ പിടിച്ച ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോഴാണ് സംസ്ഥാന നേതൃത്വം ഇത് അറിയുന്നത് തന്നെ. ഇതിലുള്ള അമർഷത്തിലാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ. പി.സി. ജോർജ് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയ നേതാക്കൾ അംഗത്വമെടുത്തത് ഡൽഹിയിൽ വെച്ചാണ്. ഇത്തരം ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. എന്നാൽ പത്മജിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറും ടോം വടക്കനും ഉൾപ്പെടെയാണ് പത്മജിയെ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതിനാലാണ് ഡൽഹിയിലെത്താൻ കഴിയാത്തത് എന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ രഹസ്യ നീക്കത്തിലുള്ള അമർഷമാണ് അസാന്നിധ്യത്തിന് കാരണമെന്നാണ് വിവരം. ടോം വടക്കൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെച്ച് 3 വർഷം മുൻപ് തന്നെ പത്മജിയുമായി ചർച്ച തുടങ്ങിയിരുന്നു ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. പക്ഷേ കേരള നേതാക്കൾ ഇതൊന്നും അറിഞ്ഞതുപോലുമില്ലത്രേ. കേരളത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിക്കാൻ സാധിക്കുന്നവരുടെ പട്ടിക കേന്ദ്ര നേതൃത്വം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്നവരുടെ ജനപിന്തുണ വിലയിരുത്തുന്നതിൽ കേന്ദ്ര നേതൃത്വം പരാജയപ്പെടുന്നുവെന്നാണ് സംസ്ഥാന നേതാക്കളുടെ വികാരം. സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമേ തീരുമാനമെടുക്കാവൂ എന്നാണ് അവരുടെ നിലപാട്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ വേളയിൽ സംസ്ഥാന നേതാക്കൾ പത്മജയെ സ്വീകരിക്കാൻ എത്തിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അല്ലെങ്കിലും ബി.ജെ.പിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇന്നലെ വന്നവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതും പാർട്ടിയിൽ സ്വാഭാവികമാവുകയാണ്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും കേരള നേതാക്കൾക്ക് വലിയ അറിവൊന്നുമില്ല. ചാലക്കുടി മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിന്റെ സീറ്റാണ് ചാലക്കുടി. ഈ സീറ്റ് വിട്ടുകൊടുക്കുന്നില്ലെന്നാണ് ബി.ഡി.ജെ.എസ് നേതാക്കൾ പറയുന്നത്. അതേസമയം വയനാട്ടിൽ പത്മജയെ മത്സരിപ്പിച്ചേക്കുമെന്ന പ്രചരണവും ഉണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ കരുത്തുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന് ബി.ജെ.പി. വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശിലെ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ തുടർച്ചയായി മത്സരിപ്പിച്ചാണ് ബി.ജെ.പി. മണ്ഡലം പിടിച്ചത്. സമാനമായ നീക്കം പത്മജയെ വെച്ച് വയനാട്ടിൽ നടത്തുമെന്ന അഭ്യൂഹവുമുണ്ട്. പത്മജ വേണുഗോപാലിന് എന്ത് ഓഫറാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഗവർണർ പദവി, രാജ്യസഭാ സീറ്റ് തുടങ്ങിയവ ഏതെങ്കിലും നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും പത്മജ ബി.ജെ.പിയിലേക്ക് എത്തിയത് മറ്റു പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന ചിത്രം വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. തൃശൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യമെന്നത്. ഈ ഘട്ടത്തിൽ തൃശൂർ പ്രവർത്തന മണ്ഡലമാക്കിയ അവിടെ ബന്ധങ്ങളുള്ള പത്മജിയെ കൂടെ നിർത്തിയാൽ ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കേന്ദ്രതലത്തിൽ ചരടുവലി നടത്തിയതും. സുരേഷ് ഗോപിക്ക് വേണ്ടി പത്മജിയെ പ്രചരണത്തിനിറക്കിയാൽ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. കരുണാകരന്റെ മകൾ എന്നതിലുപരി പത്മജിയിൽ അവർ കാണുന്ന പ്രാധാന്യവും അത് തന്നെയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കെ അതിൽ സർപ്രൈസായി പത്മജിയുടെ പേര് വരുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.